എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് വെറും 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പേടയാണ് കാണിക്കുന്നത്. എല്ലാവരുടെയും വീടുകളിൽ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് സമയം മതി, കുറച്ച് സാധനങ്ങൾ മതി, നല്ല രുചിയുണ്ട്. നല്ലൊരു സ്വീറ്റാണ്. പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കാരമലൈസ് ചെയ്യാനാണ് പോകുന്നത്. ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ ഇത് കാരമലൈസ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഇളക്കൊന്നും കൊടുക്കണ്ട. കണ്ടില്ലേ, ചെറുതായിട്ട് ബ്രൗൺ നിറമായി വരുന്നതാണ്. ആദ്യം ഒരു ലൈറ്റ് ഷെയ്ഡായിരിക്കും, പിന്നീട് അത് കൂടുതൽ ഡാർക്കായി വരും. ഒരുപാട് ഡാർക്ക് ആവണ്ട, അപ്പോൾ ഇതിനൊരു കരിഞ്ഞ ചൊവ്വ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുവിധം ബ്രൗൺ നിറമായി കഴിയുമ്പോൾ തന്നെ എടുത്തു വച്ചിരിക്കുന്ന പാലിൽ നിന്ന് ഒരു 1/4 കപ്പ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിന് മുൻപായിട്ട് ഫുൾ ബ്രൗൺ നിറമായി കഴിയുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കുക, ഈ കട്ടയൊന്നുമില്ലാതെ. എന്നിട്ട് വേണം പാലൊഴിച്ചു കൊടുക്കാൻ. പാലൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഇത് ആ പാലിൽ നല്ലതുപോലെ ഒന്ന് ലയിച്ച് കിട്ടണം. കണ്ടോ, പാല് ഞാനൊരു 1/4 കപ്പ് ഒഴിച്ചു. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ പോവുകയാണ്. നല്ലപോലെ പാലിൽ ലയിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. നെയ്യ് ചേർത്ത് നെയ്യൊന്ന് ഉരുകി ഇതിൽ ഡിസോൾവ് ആയി കഴിയുമ്പോൾ ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര, ഇപ്പം നമ്മൾ കാരമലൈസ് ചെയ്യാനുള്ള പഞ്ചസാര മാത്രമേ ആദ്യം എടുത്തിരുന്നുള്ളൂ. 4 ടീസ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർക്കാം, വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. എന്നിട്ട് പഞ്ചസാര ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി അതൊന്ന് ഉരുകി വരണം. ഇനിയും ഇത് ഒന്ന് തിളച്ച് വന്നാൽ ബാക്കി കൂടി പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഈ പാല് ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് തിളച്ച് വന്നാൽ മതി. പെട്ടെന്ന് തന്നെ ഇതായിക്കോളും. തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന റവ, ഒരു 1/4 കപ്പ് റവ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അത് വറുത്തതോ വറുക്കാത്തതോ ആയാലും കുഴപ്പമൊന്നുമില്ല. ആ റവ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. റവ ഇട്ട് കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് തന്നെ ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട പിടിക്കും. ഒപ്പം തന്നെ ഇളക്കി അത് ഇതിൽ ഈ പാലിൽ ലയിക്കണം. കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഈ സമയത്ത് ഞാൻ ഏലക്കാപ്പൊടി, പഞ്ചസാര കൂട്ടി പൊടിച്ച ഏലക്കാപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ലാസ്റ്റ് നമുക്ക് കുറച്ച് നെയ്യ്, ഒരു ടീസ്പൂൺ അത്രയും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ കുറച്ച് സമയം കൊണ്ട് തന്നെ, 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുറുകി വരും. കണ്ടില്ലേ, പാത്രത്തിൽ നിന്ന് വിട്ടു പോരുന്നൊരു പരുവത്തിൽ കിട്ടും. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. എന്നിട്ടിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ഉരുട്ടി എടുക്കാം, പേടയുടെ ഷേപ്പിൽ. ഞാനിവിടെ ആദ്യം ഒരു ബോൾസായിട്ട്, ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയിട്ട് നടുക്കൊന്ന് പ്രസ് ചെയ്ത് അതിൽ നമുക്ക് കുറച്ച് നട്ട്സോ ബദാമോ പിസ്തയോ എന്ത് വേണമെങ്കിലും കുറച്ച് വെച്ച് കൊടുക്കാം, കട്ട് ചെയ്തത്. ഞാനിവിടെ പിസ്തയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് നടുക്കൊന്ന് പ്രസ് ചെയ്തിട്ട് ആ പിസ്തയും കൂടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ഞാനൊരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ കുറച്ചൊരു ടേസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ടാണിത് 1/2 ടീസ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. മറ്റൊരു പ്ലേറ്റിലേക്ക് നിരത്തി വെച്ച് കൊടുത്തു. പെട്ടെന്ന് ചൂടാറി കിട്ടാനാണ്. എന്നിട്ട് വേണം നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ. ഇതിൽ നിന്ന് ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ട് ഉരുട്ടി നടുക്കൊന്ന് പ്രസ് ചെയ്ത് ചെറുതായി കട്ട് ചെയ്ത പിസ്തയും കൂടെ നടുക്ക് വെച്ച് എല്ലാം ഇതുപോലെ സെറ്റാക്കി എടുത്തു. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്, നല്ലൊരു സ്വീറ്റാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു.
പിന്നെ ഇത് നല്ലൊരു ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണെന്ന് പറഞ്ഞല്ലോ. മധുരമൊക്കെ കയറ്റിയും കുറച്ചും ഒക്കെ ഇടാം. കാരണം അധികം മധുരം ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് മധുരം ഒന്ന് കുറച്ചിട്ടാലും മതി. നല്ല ടേസ്റ്റാണ്. എനിവേ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.